സൗദി ജയിലിൽ കഴിയുന്ന കോഴിക്കോട് ഫറൂഖ് സ്വദേശി അബ്ദുൾ റഹീം ഉടൻ ജയിൽ മോചിതനാകും. റഹീമിന്റെ ശിക്ഷാ കാലാവധി ഈ മാസം 20-ന് അവസാനിക്കും. അനീസ് അലിയുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. അനീസ്, അങ്ങനെ കേരളക്കാരെ ഒന്നാകെ കാത്തിരുന്ന ദിവസത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് തന്നെയാണ്. ഈ മാസം 20-ന് അദ്ദേഹം ജയിൽ മോചിതനാകുമെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. മലയാളികൾ ഒന്നടങ്കം ചേർന്ന് 34 കോടിയോളം രൂപയാണ് സമാഹരിച്ച് നൽകിയിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം നാടകീയമായ പല രംഗങ്ങളും നമ്മൾ കണ്ടിരുന്നു. കോടതി പലതവണ ഈ കേസ് മാറ്റിവെക്കുന്നതൊക്കെ കണ്ടിരുന്നു. അവസാനം ഇതാ ആ ദിവസം അങ്ങ് എത്തുന്നു എന്നുള്ളതാണ് അല്ലേ അനീസ് അലി? തീർച്ചയായും റഹീമിനെ സംബന്ധിച്ചിടത്തോളം 20 വിലപ്പെട്ട വർഷങ്ങൾ ജയിലിൽ കഴിഞ്ഞതിന് ശേഷമാണ് അദ്ദേഹം പുറത്തിറങ്ങുന്നത്. പക്ഷെ അപ്പോഴും അദ്ദേഹത്തിന് വധശിക്ഷയാണ് വിധിക്കപ്പെട്ടിരുന്നത്. അതിനുശേഷം മലയാളികളുടെ കാരുണ്യ പ്രവാഹത്തിന്റെ ഫലമായി കൊണ്ടാണ് ഈ കുടുംബം മാപ്പ് നൽകാൻ തയ്യാറാകുന്നത്. അതായത് ഒരു സൗദി ബാലൻ കൊല്ലപ്പെട്ട കേസിലാണ് റഹീം ജയിലിൽ കഴിയുന്നത്. അവരുടെ ഈ കുടുംബം, ഈ ബാലന്റെ കുടുംബം ദയാധനം സ്വീകരിച്ച് മാപ്പ് നൽകാൻ തയ്യാറായതിനെ തുടർന്നാണ് ഇപ്പോൾ ജയിൽ മോചനം സാധ്യമാകുന്നത്. 34 കോടി രൂപയാണ് മലയാളികൾ സമാഹരിച്ച് നൽകിയത്. ഇതേ തുടർന്ന് 20 വർഷത്തെ തടവ് ശിക്ഷ പൂർത്തിയാക്കിയിരുന്നു. ഈ മാസം 20-ാം തീയതി 20 വർഷത്തെ തടവ് ജീവിതം പൂർത്തിയാവുകയാണ്. അതിനിടയിൽ അദ്ദേഹത്തിന്റെ വധശിക്ഷ നീങ്ങിക്കിട്ടി എന്നതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. ഈ വധശിക്ഷ നീങ്ങിയത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ജയിൽ ശിക്ഷ കാലാവധി പൂർത്തിയാകുമ്പോൾ അദ്ദേഹത്തിന് പുറത്തിറങ്ങാൻ അവസരമൊരുങ്ങുകയാണ്. 20-ാം തീയതി, ഈ മാസം 20-ാം തീയതി അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ശിക്ഷാ കാലാവധി തീരും. പിന്നീട് എന്തെങ്കിലും ചെറിയ സാങ്കേതിക തടസ്സങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ പോലും ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അത് പരിഹരിക്കാൻ കഴിയുമെന്നാണ് നിയമ സഹായ സമിതിയൊക്കെ പറയുന്നത്. എന്തായാലും കുടുംബം വലിയ പ്രതീക്ഷയിലാണ്. വരുന്ന പെരുന്നാളിന് മുമ്പായി റഹീമിന് നാട്ടിലെത്താൻ കഴിയുമെന്നും ആ പെരുന്നാളിന് കുടുംബത്തോടൊപ്പം കൂടാൻ കഴിയുമെന്നുമാണ് കുടുംബം പ്രതീക്ഷിക്കുന്നത്. എന്തായാലും വലിയ കാത്തിരിപ്പിന് അറുതിയാവുകയാണ്. നമ്മൾ പലതവണ കണ്ടിട്ടുള്ളതാണ്. മകന്റെ വരവും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഉമ്മയുടെ ചിത്രം വലിയ നൊമ്പരമായി മലയാളികളുടെ മനസ്സിലുണ്ട്. ഏതായാലും മലയാളികളുടെ കാരുണ്യ പ്രവാഹം അതിന്റെ ലക്ഷ്യത്തിലെത്തുകയാണ്. അദ്ദേഹം ഇപ്പോൾ 20 വർഷത്തിന് ശേഷമാണെങ്കിൽ പോലും നാട്ടിലേക്ക് എത്തുന്നു എന്ന പ്രതീക്ഷയാണ് ഏറ്റവും അവസാനം പുറത്തുവരുന്നത്. മനസ്സിൽ അങ്ങനെ 20 വർഷത്തെ ജയിൽ വാസത്തിന് ശേഷം അബ്ദുൾ റഹീം നാട്ടിലേക്ക് മടങ്ങിയെത്തുന്നുള്ളൊരു ആശ്വാസകരമായ വാർത്ത തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും അദ്ദേഹം എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് തിരിച്ചെത്തട്ടെ എന്ന് തന്നെയാണ് നമ്മളും പ്രത്യാശിക്കുന്നത്.